നമസ്കാരം. ബൃന്ദ കാരാട്ട് എന്നൊരു CPM-ന്റെ നേതാവുണ്ട്. ഇവർ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് RSS എന്ന പ്രസ്ഥാനത്തിന്റെ പൂർണ്ണ രൂപം, അതായത് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്നുള്ളത് പറഞ്ഞത് ഒരു പൊതുവിടത്തിൽ പറഞ്ഞതാണ് രാഷ്ട്രീയ സേവന സമിതി എന്നാണ്. അതായത് രാജ്യത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതാണ് RSS എന്നുള്ള കാര്യം അവർക്കറിയാം. പക്ഷേ സ്വയംസേവക സംഘ് എന്നുള്ളതാണെന്നുള്ള കാര്യം ഇവർക്കറിയില്ല. നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും. എയർ ഇന്ത്യയുടെ പണ്ടുകാലത്ത് എയർ ഇന്ത്യയുടെ പൈലറ്റ് ആയിരുന്നു. അങ്ങനെ ബംഗാൾ ഡൽഹി ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് മലയാളി കൂടിയായ പ്രകാശ് കാരാട്ട് ഇവരെ കണ്ടുമുട്ടുകയും വിവാഹിതരാവുകയുമായിരുന്നു. കുട്ടികൾ വേണ്ട എന്നിവർ തീരുമാനിച്ചു. കാരണം ഭാര്യയും ഭർത്താവും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ, ബെഡ്റൂം ആയാലും അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ആണ്. രണ്ടുപേരും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിൽ, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ച് ചരിത്രമില്ല. പിന്നെ എന്തോന്ന് പാർലമെന്ററി അനുഭവമാണ് ഇവർക്കുള്ളത് എന്നറിയില്ല. ഇവർ ഡൽഹിയിൽ ഈ ബുൾഡോസർ രാഷ്ട്രീയത്തിനെതിരെയൊക്കെ തന്നെ ഇപ്പോൾ പുതിയ വാദങ്ങളാണ്. നേരത്തെ ഈ ബുൾഡോസറിനെ തടഞ്ഞുകൊണ്ട് ഇവർ വലിയ വാർത്തകൾ സൃഷ്ടിച്ചിരുന്നു. ദേശാഭിമാനിയും ഹിന്ദുവും ഒക്കെ അന്ന് വലിയ വാർത്തകൾ നൽകി. ഒന്നുമില്ല, ചേരി പ്രദേശങ്ങളും അതുപോലെയുള്ള പൊതുപ്രദേശങ്ങളും ഒക്കെ കയ്യേറി പാർത്തവരെ, അതാരായാലും അവരെയൊക്കെ തന്നെ ഒഴിപ്പിക്കുന്ന ഒരു നടപടിയിലേക്കാണ് അന്ന് പോയത്. ബുൾഡോസർ വഴി അത്തരത്തിൽ കുടിലുകളും ചേരികളും ഒക്കെ ഇടിച്ചു നിരത്തി കൃത്യമായ കണക്കുകളോടെയും അതുപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാർക്കായുള്ള താമസ പാർപ്പിട സമുച്ചയങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിനും ഒക്കെ വേണ്ടിയാണ് അത് ചെയ്തത്. ഇതുപോലെ അനധികൃത കയ്യേറ്റം അതിപ്പോൾ CPM-ന് പുതിയ കാര്യമൊന്നുമല്ല. കേരളത്തിലെ CPM-ന്റെ ഓഫീസുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന ഭൂമിയിൽ മിക്കതും അനധികൃത കയ്യേറ്റങ്ങൾ തന്നെയാണെന്നാണ് പറയുന്നത്. ഇടുക്കിയിലെ കാര്യമൊക്കെ നമുക്കറിയാം. അതുപോലെ CPM-ന്റെ ഡൽഹി ഓഫീസും AKG ഭവനും സ്ഥിതി ചെയ്യുന്നത് അനധികൃത ഭൂമിയിലാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ബുൾഡോസർ രാഷ്ട്രീയം അനുവദിക്കില്ല. ബുൾഡോസർ രാഷ്ട്രീയം കളിക്കുകയാണ് BJP. ഡൽഹിയിൽ ബുൾഡോസർ രാഷ്ട്രീയം നിരോധിച്ചിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട ബൃന്ദ കാരാട്ട് ഉറക്കെ വിളിച്ചു പറയുന്നത്. അല്ല, ബുൾഡോസർ രാഷ്ട്രീയം കളിക്കേണ്ടിടത്ത് കളിക്കാൻ അറിയാം. അത് AKG ഭവനിലായാലും ബൃന്ദ കാരാട്ടിന്റെയും പ്രകാശ് കാരാട്ടിന്റെയും താമസ സ്ഥലത്തായാലും ഇനിയിപ്പോൾ വലിയ തലതൊട്ടപ്പന്മാരായ CPM-കാരുടെ വീട്ടിലായാലും ഒക്കെ ബുൾഡോസർ രാഷ്ട്രീയം കളിക്കേണ്ടി വന്നാൽ കളിക്കും. അനധികൃത ഭൂമി കയ്യേറ്റങ്ങൾ ഒരിക്കലും ഇന്ത്യയിൽ പലയിടത്തും അനുവദിക്കില്ല. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഒന്നും അവിടുത്തെ സർക്കാരുകൾ അനുവദിക്കില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടങ്ങൾ അനുവദിക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. കേരളത്തിൽ ബുൾഡോസർ രാഷ്ട്രീയമൊന്നുമില്ല. അപ്പോൾ കേരളം പുണ്യമനോഹര ഭൂമിയാണ്, നയനമനോഹര ഭൂമിയാണ്, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഭൂമിയാണ് എന്ന ഒരു അഭിപ്രായം ബൃന്ദ കാരാട്ടിനുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ബുൾഡോസർ രാഷ്ട്രീയം അനുവദിക്കില്ല, ബുൾഡോസർ രാഷ്ട്രീയത്തെ എതിർക്കും എന്നൊക്കെ പറയാൻ പാർലമെന്റിലും ഡൽഹി നിയമസഭയിലും രാജ്യസഭയിലും ഒക്കെ എത്ര അംഗങ്ങളുണ്ട് CPM-ന്? അല്ലെങ്കിൽ ഈ ബുൾഡോസർ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഇവിടുത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചോ ഭരണ നൈപുണ്യത്തെക്കുറിച്ചോ രാഷ്ട്ര വികസനത്തെക്കുറിച്ചോ ബൃന്ദ കാരാട്ടിന് എന്ത് ചുക്കറിയാം, എന്ത് തേങ്ങ അറിയാം? നിങ്ങൾ ആരെങ്കിലും പാർലമെന്റിലേക്ക് മത്സരിച്ചിട്ടുണ്ടോ? എന്തിന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. AKG സെന്ററിലെ ശീതീകരിച്ച മുറിയിലിരുന്ന് ഉത്തരവിടുകയും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ഡയലോഗ് അടിക്കുകയും ചെയ്യുന്നതല്ലാതെ നിങ്ങൾ ആരെങ്കിലും വെയിൽ കൊണ്ട പരിചയമുണ്ടോ? ബുൾഡോസർ പറയാൻ വേണ്ടി ഏതാനും വർഷം മുമ്പ് പോയി കൈപൊക്കി നിന്നു. അത് വലിയ വാർത്തയാക്കി. ചില രാഷ്ട്രീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയതാണ്. അതുകൊണ്ട് എന്താ പ്രയോജനം? ബുൾഡോസർ രാഷ്ട്രീയമല്ല, എന്ത് രാഷ്ട്രീയമായാലും കളിക്കേണ്ടിടത്ത് കൃത്യമായി തന്നെ കളിക്കും, നിയമപരമായി തന്നെ അത് നേരിടും. കോടതികളുടെ അനുമതിയോടുകൂടി തന്നെ കയ്യേറ്റ ഭൂമികളും ഇതുപോലെയുള്ള അനധികൃത ഭൂമികളും തിരിച്ചുപിടിക്കും. ഇതൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ എതിർത്താൽ നടക്കുന്ന കാര്യമല്ല. കേരളത്തിൽ ഒരു വേള നടക്കുമായിരിക്കും, പക്ഷേ ഡൽഹിയിലും UP-യിലും ഹരിയാനയിലും ഒന്നും ഇത് നടക്കും എന്ന് പ്രിയപ്പെട്ട ബൃന്ദ കാരാട്ട് വിചാരിക്കേണ്ട. ബൃന്ദ കാരാട്ടല്ല ഇന്ത്യ ഭരിക്കുന്നത്, ബൃന്ദ കാരാട്ടിന്റെ പാർട്ടിയല്ല ഇന്ത്യ ഭരിക്കുന്നത്, ബൃന്ദ കാരാട്ടല്ല ഡൽഹി ഭരിക്കുന്നത്. ഡൽഹിയിൽ ലഫ്റ്റനന്റ് ഗവർണറാണ് കാര്യങ്ങൾ നോക്കുന്നത്. ഡൽഹിയിൽ ഒരു സർക്കാരുണ്ട്, വെറുതെ കള്ളം പറയാൻ വേണ്ടി ഒരു സർക്കാർ അത്രയും. പിന്നെ ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് കോൺഗ്രസുമായി ചേർന്ന്, കോൺഗ്രസിനൊന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല. കോൺഗ്രസുമായി ചേർന്ന് ഡൽഹി ഇപ്പോൾ ഭരിച്ചു കളയും എന്നൊന്നും ബൃന്ദ കാരാട്ട് അങ്ങ് പറഞ്ഞു കളയരുത്. കാരണം CPM-ന്റെ ഇന്നത്തെ അവസ്ഥ, കേരളത്തിലെ പോലും അവസ്ഥ എന്താണ്, ബംഗാളിലെ അവസ്ഥ നമുക്കറിയാം, ത്രിപുരയിലേക്ക് അവസ്ഥ നമുക്കറിയാം എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ വലിയ ഡയലോഗ് ഒന്നും വേണ്ട. അമ്മച്ചിയല്ല, അമ്മച്ചിയുടെയോ അപ്പച്ചന്റെയോ വീട്ടിൽ കയറി വന്ന് അനധികൃത കയ്യേറ്റമാണെങ്കിൽ ബുൾഡോസർ രാഷ്ട്രീയം കളിക്കാൻ ഒരു മടിയും ഇല്ല എന്ന് മാത്രം ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അത്രയേ പറയാനുള്ളൂ. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global,
White Manor near Aatugal Ambalathra and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.